കോഴിക്കോട്ടേക്ക് നമ്മൾ കയറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്ക് ചായാൻ മടി കാണിച്ചിട്ടുള്ള മണ്ഡലമാണ് കോഴിക്കോട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കടും ചുവപ്പാണ് മണ്ഡലത്തിന്റെ നിറം. ഹാട്രിക് തോൽവിയുടെ ക്ഷീണം തീർക്കുക, അതാണ് LDFന്റെ ഇത്തവണത്തെ ലക്ഷ്യം. MK രാഘവനിലൂടെ ഒരിക്കൽ കൂടി മണ്ഡലം നിലനിർത്താമെന്നും കോഴിക്കോട് കരുതുന്നു. 2024 കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. MK രാഘവൻ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു, CPIM-ന് വേണ്ടി എളമരം കരീം, BJPക്ക് വേണ്ടി MT രമേശ്. വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെ സാധ്യതയുള്ള കോഴിക്കോട് മണ്ഡലത്തിന്റെ 2019 തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി, തെരഞ്ഞെടുപ്പ് ഫലം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് വിശകലനങ്ങളിലേക്ക് പോകാം. എത്ര വോട്ടുകൾ വീതമാണ് ഇവർ മൂവർക്കും പിടിക്കാൻ കഴിഞ്ഞത്? 2019 തെരഞ്ഞെടുപ്പിൽ 3 പാർട്ടികളും പിടിച്ചത് എത്ര വീതം വോട്ടുകളാണ് എന്നതാണ് അറിയേണ്ടത്. MK രാഘവന്റെ അന്നത്തെ എതിരാളി പ്രദീപ് കുമാർ ആയിരുന്നു. പ്രദീപ് കുമാർ മാറിയാണ് ഇപ്പോൾ എളമരം കരീമാകുന്നത്. അന്ന് 4,93,444 വോട്ടുകളാണ് MK രാഘവന് നേടാൻ കഴിഞ്ഞതെങ്കിൽ പ്രദീപ് കുമാറിന് 4,08,219 വോട്ടുകൾ. BJPക്ക് വേണ്ടി ഇറങ്ങിയ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് 1,61,216. അതിന്റെ ഫലമെന്ന് പറയുന്നത് 85,225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ MK രാഘവൻ എന്ന കോഴിക്കോടിന്റെ രാഘവേട്ടൻ നിഷ്പ്രയാസം ജയിച്ചു കയറുന്നതാണ് അവിടെ നമ്മൾ കണ്ടത്. മുന്നണികളുടെ വോട്ട് വിഹിതം കൂടി പറഞ്ഞു പോകാം. വോട്ട് എണ്ണം ഇത്രയാണെങ്കിൽ വോട്ട് വിഹിതം, ആ ശതമാനത്തിലെ കണക്ക് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ UDF-നും LDF-നും NDA-ക്കും കിട്ടിയ വോട്ട് വിഹിതത്തിലെ അന്തരം തന്നെ പറഞ്ഞു തരും അവിടുത്തെ ഇപ്പോഴത്തെ ഒരു പോൾ പൊസിഷൻ എന്താണ് എന്നുള്ളത്. നേരത്തെ കണ്ടതുപോലെയല്ല, ഒപ്പത്തിനൊപ്പം ഏറെക്കുറെ നിൽക്കാൻ സാധ്യതയുള്ളതാണ് LDF-ഉം UDF-ഉം. UDF-ന് 45.82% അവരുടെ വോട്ട് വിഹിതമെങ്കിൽ LDF-നത് 37.91%. NDA-ക്ക് ആകട്ടെ 15-ൽ എത്തിയിട്ടില്ല, തൊട്ടില്ല. 14.97% NDA-യുടെ വോട്ട് വിഹിതം. 2019 കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഈ കണക്ക് കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ ഇക്കുറി എങ്ങനെ മാറി മറിയും ഉണ്ണി സാർ? നിശ്ചയമായും ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മളിപ്പം നമുക്കറിയുന്നത് പോലെ ഈ ഇടതുപക്ഷത്തിനൊരു കോട്ട തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണ് കോഴിക്കോട് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വരുമല്ലോ, നിയമസഭാ മണ്ഡലത്തിലേക്ക് വരും. എന്തായാലും കോഴിക്കോട് വലിയ സ്വാധീനമാണ് ഇടതുപക്ഷത്തിനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അവിടെയും സാമുദായിക സമവാക്യങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. ഏതാണ്ട് 56% ഹിന്ദുക്കളെ അവിടെ ഉള്ളൂ, എന്നാൽ 36% മുസ്ലിങ്ങളുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 36% മുസ്ലിം വോട്ടിൽ എത്രത്തോളം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ അവിടുത്തെ വിജയവും പരാജയവും. ഓക്കെ മാഡം, നമുക്ക് അങ്ങനെയാണെങ്കിൽ 2021 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ പോയ അവിടുത്തെ കണക്കെന്ന് കൂടി എന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ബാലുശ്ശേരിയും എലത്തൂരും കോഴിക്കോട് നോർത്തും ഒക്കെ ചിന്തിച്ചത് എങ്ങനെയാണ്? 2021 ചുവന്ന് തന്നെ കിടക്കുകയാണോ കോഴിക്കോട്? നോക്കാം, ദാ ഫിഗർ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പോസ്റ്റർ തന്നെ ചുവപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഒരേ ഒരു മണ്ഡലത്തിൽ കൊടുവള്ളിയിൽ മാത്രമാണ് UDF-ന് സ്വാധീനമുള്ളത്. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം കംപ്ലീറ്റ് ടോട്ടൽ LDF, കൊടുവള്ളിയിൽ UDF. അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിൽക്കുന്നത്. നേരത്തെ ഉണ്ണിസ സൂചിപ്പിച്ച സാമുദായിക വോട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിവിഷൻ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റുള്ളവർ, അതെങ്ങനെയാണ് ഒരു ശതമാനം നിൽക്കുന്നത്? സാമുദായിക സമവാക്യം കോഴിക്കോട്ട് ഇക്കുറി എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? നിരവധി വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. ഹിന്ദു വോട്ടുകൾ അവിടെ 56.21% ഉള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ 3.3%, മുസ്ലിം വോട്ടുകൾ 36.7%, മറ്റുള്ളവർ 3.79%. ഇതിൽ തന്നെ നോക്കൂ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഈ 3 വോട്ടുകളിലെയും അന്തരം, ഹിന്ദു മുസ്ലിം വോട്ടുകൾ അത് ഏകീകരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ മാഡം? മാഡത്തിനും കൂടി കുറച്ചുകൂടി പരിചിതമായ സ്ഥലമാണ് അവിടെ EK ഇമ്പിച്ചി ബാവ, MP വീരേന്ദ്രകുമാർ തുടങ്ങിയ നേതാക്കളൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ MK രാഘവൻ വന്ന ശേഷം അദ്ദേഹം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഇപ്പോൾ നേരത്തെ വർഷം ചൂണ്ടിക്കാണിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഒരു ഘടകം. അതിൽ ആരാണ് ഞങ്ങൾക്കൊപ്പം എന്നുള്ളൊരു കാര്യത്തിൽ അവരുടെ നിലപാട് ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്. സമസ്ത എടുക്കുന്ന നിലപാട്, ലീഗിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന, പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് രാഘവേട്ടനും കരീംക്കയും എന്നൊരു വിവാദം അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇടത്തിന് ചെറിയ പ്രതീക്ഷ വെക്കാമോ എന്നൊരു തോന്നുന്നു. നോക്കൂ, ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ MK മുനീർ ജയിച്ചു ഒഴിച്ചാൽ ബാക്കി ഇപ്പോൾ റിയാസിന്റെ മണ്ഡലമാണ് ബേപ്പൂർ, അല്ലേ? അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും അവിടുന്ന് ഇപ്പം CK ശശീന്ദ്രൻ അവിടുന്ന് കോഴിക്കോട് നിന്ന് വിജയിച്ചു വന്ന ആളാണ്. അതുപോലെ ആവുമ്പൂർ ദേവർകോവിൽ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഈ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും
കൃത്യമായി ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കം ലഭിച്ച തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്. അപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ തന്നെയായിരുന്നു. എന്നിട്ട് അവർക്ക് ഈ 6 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ മുസ്ലിം സമുദായം കൃത്യമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് നിശ്ചയമായും അവിടെ പ്രതീക്ഷ വെച്ച് പുലർത്താം ഇളമരം കരീമിന്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കണക്ക് MK രാഘവൻ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, വളരെയധികം ജനകീയനായ കാൻഡിഡേറ്റ് ആണ്. മണ്ഡലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, 56% ഹിന്ദു വോട്ടുണ്ടെന്ന് പറയും. നമ്മൾ ഈ സാമുദായിക വോട്ടുകൾ വെച്ച് തന്നെ അനലൈസ് ചെയ്യാൻ കാരണം അത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം പ്രധാനമായ ഒരു ഫാക്ടറായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പം സാമുദായിക സമവാക്യം വെച്ച് നോക്കുമ്പോൾ 56% ഹിന്ദുക്കളുള്ള ആ മണ്ഡലത്തിൽ ഒരു നല്ല ശതമാനം ഹിന്ദു വോട്ട് രാഘവന് തന്നെയായിരിക്കും ലഭിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം നിർണായകമാകാൻ പോകുന്നത് നമ്മൾ ഈ പറയുന്ന 36% വരുന്ന മുസ്ലിം വോട്ടാണ്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ കോഴിക്കോട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലമാണ് CPM. കാരണം ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ അതെ ഈ പ്രശ്നം അതെ ഇനിയിപ്പോൾ CAയുടെ പ്രക്ഷോഭം അവിടെ തന്നെയാണ് നടത്താൻ പോകുന്നത്. LDF ഉടനെ തന്നെ ഒരു പ്രക്ഷോഭം അവിടെ ആസൂത്രണം അവിടെ നിന്ന് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ പരമാവധി ഈ പറയുന്ന മുസ്ലിം വോട്ടിനെ സമാഹരിക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് എളമരം കരീം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത നിൽക്കുന്നത്. പിന്നെ കരീമിക്ക എന്നൊരു പ്രയോഗമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എല്ലാ രീതികളും അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന കോഴിക്കോട് മണ്ഡലം. പക്ഷേ ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെടുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകണമെന്ന് തീരുമാനിക്കുന്ന പക്ഷം അതിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കാൻ പോകുന്നത് MK രാഘവനായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് കൺസോളിഡേഷൻ സംഭവിക്കുമോ? മതത്തിന്റെയും ജാതിയുടെയും പ്രീണന തന്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുമോ കോഴിക്കോട്?